നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കിടെ ആ സാധ്യത പൂർണ്ണമായും തള്ളി മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ. UDFന് മേൽക്കൈയുണ്ടെന്നാണ് മനോരമ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. അതേസമയം LDF കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുമെന്നുമാണ് മനോരമയുടെ പ്രവചനം. UDFന് 16 മുതൽ 18 വരെ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം LDF 2 മുതൽ 4 വരെ സീറ്റ് നേടാം. ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ KK ശൈലജ വിജയിക്കുമെന്നാണ് പോൾ. പാലക്കാടും നേരിയ ഭൂരിപക്ഷത്തിന് LDF വിജയിക്കുമെന്നും പ്രവചനമുണ്ട്. അതേസമയം കണ്ണൂരും ആലത്തൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കുന്നത്. BJP ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ലെന്നാണ് മനോരമ പറയുന്നത്. BJP പ്രവർത്തകർ ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന തൃശൂരിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് പ്രവചനം. ഇവിടെ മികച്ച മാർജിനിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ വിജയിക്കുമെന്നാണ് പോൾ പറയുന്നത്. സുനിൽകുമാർ 2ാമതെത്തും. അതേസമയം തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും 2ാം സ്ഥാനത്തെത്തുമെന്നാണ് പ്രവചനം. തിരുവനന്തപുരത്ത് തരൂർ കടുത്ത പോരാട്ടത്തിനിടയിലും വിജയിച്ചു കയറുമെന്നാണ് മനോരമ പറയുന്നത്. ഇവിടെ BJP സ്ഥാനാർത്ഥി രാജീവ് 2ാം സ്ഥാനത്തെത്തും. പന്യൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. അതേസമയം പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥി അനിൽ ആന്റണി 2ാം സ്ഥാനത്തെത്തുമെന്നാണ് മനോരമ എക്സിറ്റ് പോളിലെ കണ്ടെത്തൽ. ആന്റണി വിജയിച്ചു കയറുമ്പോൾ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നാണ് പ്രവചനം. അതേസമയം മനോരമ എക്സിറ്റ് പോളിൽ ടൈൽ നിൽക്കുന്ന 2 മണ്ഡലങ്ങളുമുണ്ട്. കണ്ണൂരിലും ആലത്തൂരിലുമാണ് ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നത്. കണ്ണൂരിൽ ഇരു മുന്നണികൾക്കും 42% വീതം വോട്ട് ലഭിക്കും. LDFന് കഴിഞ്ഞ തവണത്തെ വോട്ട് തന്നെ ലഭിക്കുമെന്ന് പറയുമ്പോൾ UDFന് 8.22% വോട്ട് കുറയുമെന്നാണ് പ്രവചനം. NDAക്ക് 5.91% വോട്ട് കൂടുമെന്നും സർവേ വിലയിരുത്തുന്നു. BJP സ്ഥാനാർത്ഥി C രഘുനാഥിന് 12.4% വോട്ട് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം. വാശിയേറിയ പോരാട്ടം നടന്ന ആലത്തൂരിലും ഇത്തവണ LDF UDF ഒപ്പത്തിനൊപ്പമെന്ന് എക്സിറ്റ് പോൾ പ്രവചനം. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനും UDF സ്ഥാനാർത്ഥിയും നിലവിലെ MP-യുമായ രമ്യ ഹരിദാസും 41% വീതം വോട്ട് ലഭിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. NDA സ്ഥാനാർത്ഥി TN സരസു 17.49% വോട്ട് നേടുമെന്നാണ് പ്രവചനം. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന വടകര മണ്ഡലത്തിലും മനോരമയുടെ എക്സിറ്റ് പോൾ ഫലം അല്പം വ്യത്യസ്തമാണ്. കടുത്ത പ്രചരണ കോലാഹലങ്ങൾക്കിടെ വടകര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനേക്കാൾ 1.91% വോട്ട് കൂടുതൽ നേടി KK ശൈലജ വിജയിക്കുമെന്ന് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ. KK ശൈലജയ്ക്ക് 41.56% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. പോളിൽ പങ്കെടുത്ത 39.65% പേർ ഷാഫിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണന് 17.69% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചനം. കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ UDFന്റെ വോട്ട് വിഹിതം കുറയുമെന്നാണ് മനോരമയുടെ പ്രവചനം. UDF 42.46, LDF 35.09, NDA 18.64% എന്നിങ്ങനെ വോട്ട് നേടും. 2019 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന് 4.76%, LDFന് 0.64% വോട്ട് കുറയുമ്പോൾ NDA 3.7% വോട്ട് കൂടുതൽ നേടുമെന്നും മനോരമ പ്രവചിക്കുന്നു. ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ കേരളത്തിൽ BJP 3 സീറ്റിൽ വരെ വിജയിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ BJP നേട്ടമുണ്ടാക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി LDFും UDFും മുന്നോട്ട് വരികയും ചെയ്തു. BJPക്ക് 3 വരെ സീറ്റ് നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. LDFനോടുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമാണ് BJPക്ക് കുറവെന്നാണ് പ്രവചനം. 15%-ൽ നിന്ന് 27%-ലേക്കുള്ള BJPയുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. മൊത്തം നമ്പറിൽ നേട്ടം പറയുന്നുവെങ്കിലും BJP മുന്നേറ്റം പാടെ തള്ളുകയാണ് UDF LDF നേതാക്കൾ.